അഷിൻ ഡിയാഗോയാണ് ചേരുന്നത്. അഷിൻ, എന്താണ് തീരപ്രദേശങ്ങളിലെ ഒരു സാഹചര്യം? ശക്തമായ തിരമാല മുന്നറിയിപ്പൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് അതിശക്തമായ കടലാക്രമണമാണ് ഇപ്പോൾ പല തുറമുഖത്താണ്. ഇവിടെയും കനത്ത തിരയടിയാണ്. ഇവിടെ പലയിടങ്ങളിലായി തീരശോഷണമൊക്കെ നേരത്തെ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 ദിവസത്തേക്ക് മത്സ്യബന്ധനം പാടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 29 വരെ മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ പാടുള്ളതല്ല. അതിശക്തമായ കാറ്റും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് സമുദ്ര പഠന കേന്ദ്രം നൽകിയിട്ടുള്ളത്. 55 മുതൽ 70 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പുലർത്തണം. മാത്രമല്ല, കാലവർഷം കനക്കുന്നതോടുകൂടി കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിലേക്ക് തീരദേശങ്ങളിലേക്ക് കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന തൊഴിലാളികളും അതുപോലെ തന്നെ തീരത്ത് താമസിക്കുന്നവരും ശ്രദ്ധ പാലിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടലാക്രമണം സംബന്ധിച്ച് പ്രത്യേക അലേർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത് കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയാണ്. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നാളെ രാത്രി വരെ ഇപ്പോൾ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കാപ്പിൽ മുതൽ പുഴിയൂർ വരെയുള്ള മേഖലകളിലാണ് ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും തീരത്തോട് ചേർന്നുള്ള കടലാക്രമണം രൂക്ഷമാവുകയാണ്. മാത്രമല്ല, ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള തിരമാലയാണ് അടിച്ചു കയറുന്നത് എന്നുള്ളതാണ്. ഈ ശംഖുമുഖം മാത്രമല്ല, പുഴിയൂർ മുതൽ അങ്ങോട്ട് അഞ്ചുതെങ്ങ് വരെയുള്ള ഭാഗങ്ങളിലും കനത്ത കടലാക്രമണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പൂന്തുറയിലടക്കം കനത്ത കടലാക്രമണമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയ്ക്കാണ് ഇപ്പോൾ അധികം കടലിലേക്ക് ഇറങ്ങിയുള്ള അല്ലെങ്കിൽ തീരദേശത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നൊരു മുന്നറിയിപ്പുണ്ട്. കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രതിഭാസമുണ്ട്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരങ്ങളിൽ, പ്രത്യേകിച്ച് ബീച്ചുകളിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ ഒരു കരുതൽ നല്ലതാണ്. കൂടുതൽ കടലിലേക്ക് ഇറങ്ങുന്നത് നന്നായിരിക്കില്ല. ഒപ്പം മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. പലയിടങ്ങളിലും രാത്രി യാത്രാ നിരോധനമുണ്ട്. മരക്കമ്പുകളൊക്കെ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക എന്നതാണ്.